ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും ദൂരം സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം രാവിലെ 8 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളുള്ളത് ഓഫീസിലാണ്. ഇത് നമ്മുടെ ഓഫീസിന്റെ 5th ആനിവേഴ്സറി ആണ്. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലെങ്കിലും കുട്ടി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടൈമിങ് 10:30 to 3 PM ആണ്. ഇന്ന് സൺഡേ ആണ്. സൺഡേസും നമുക്ക് ഓൾറെഡി വർക്കിംഗ് അല്ല. അപ്പൊ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ 10:30 to 3 PM നമ്മൾ വർക്കിംഗ് ആണ്. അപ്പൊ ഇപ്പൊ സമയം 8 മണി രാവിലെ. നമ്മളപ്പോ ഇപ്പൊ ഓഫീസിൽ വന്നേക്കുന്നത് നമ്മളൊരു കുട്ടി ഡെക്കറേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. കൂടെ ഹംനയും കൂടിയിട്ടുണ്ട് കേട്ടോ. ഹംന ഹായ് പറയോ? ഹായ് പറയോ? ഹായ് പറഞ്ഞേ. ഹംനയുടെ മൂഡ് അത്ര ശരിയല്ല. ഹംന വണ്ടർലയിൽ പോയി വന്നേ പിന്നെ ഹംനക്ക് അതും അസുഖങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി എക്സ്ട്രീം ലെവലായിട്ടുണ്ട്. ആഹാ, ക്ലിപ്പ് ഊരി എടുത്തോ? ആരോ ഊരിയത്? അവന്റെ വീഡിയോ എടുക്കണ ഭയങ്കര ചാടയിലിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെക്കറേഷനൊക്കെ വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ബലൂണൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പറ്റില്ല. ഇന്നലെ ഇവിടെ ഇക്കാക്ക് നല്ല കൺജസ്റ്റഡ് ആയിരുന്നു, വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായി എൻ്റെ കൂട്ടുകാരുടെ. ഇന്നാണ് കല്യാണം. ഇന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ പോയി. അപ്പൊ അതൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ. അപ്പം ഇന്ന് ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമുക്ക് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വരണം. അപ്പം അതൊക്കെ ഉണ്ട് ഇന്നത്തെ പ്ലാൻ. ഹയാസ് മദ്രസയിൽ പോയിക്കണം. അവൻ 10:30 ആകുമ്പോൾ ഒരു മദ്രസ കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് ഓഫീസ് അത്യാവശ്യം മെസ്സായിട്ട് അടിക്കണം. അപ്പം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുട്ടി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. ബലൂണിന് കാറ്റിരിക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ആ സാധനം എടുത്തില്ല. പൈപ്പല്ലല്ലോ, ആ പമ്പ് അതെടുത്തില്ല. അത് ഇനിയിപ്പോൾ ഊതി വീർപ്പിക്കണം. ഇത് ഊതി വീർപ്പിക്കുമ്പോഴേക്കൊരു ടൈം ആവും അല്ലേ? അങ്ങനെ വീർപ്പിക്കാം. ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിക്കാന്നുള്ളത് വൺ ടാസ്ക് ആണെന്ന് ഊതി വീർപ്പിക്കുന്നവർക്ക് അറിയാലേ. ഞാനാണെങ്കിൽ ആ പമ്പ് വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നും പോയി. അപ്പൊ പിന്നെ കുറെ അധികം വീർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഇവിടെ കംപ്രസർ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എയർ അടിക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് ഇനി വീർപ്പിക്കാന്ന് ഓർത്ത് കുറച്ച് വീർപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തിട്ടോ. ഹംന ടെറർ ആവാതിരിക്കാൻ ഓരോ ബലൂണൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഓഫീസിന്റെ ഒരു ഫ്രണ്ടേജിലാണ് ഡെക്കറേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഗ്യാരേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളുടെയും നട്ടും ബോൾട്ടും പല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഒന്ന് എനിക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലേഡി സ്റ്റാഫിനൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. അതിന് കാരണം പിന്നെ ആ വണ്ടികൾക്ക് ആ നെട്ട് തിരിച്ചിടാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നെട്ടേ കാണാനുണ്ടാവില്ല. ഞങ്ങൾ ചിലപ്പോൾ അടിച്ചുവാരി കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നെട്ടും ബോൾട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇക്കാക്ക് തന്നെയാണ്. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഇക്കാക്ക് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. സൺഡേ ആയതുകൊണ്ട് നമ്മളിന്ന് വർക്കിംഗ് അല്ലല്ലോ. അതുകൊണ്ടൊന്നും ഫ്രണ്ടിലത്തെ ഷട്ടർ തുറന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഹംനാനെ രാവിലെ തന്നെ ഇനി വീട്ടിൽ നിർത്തി അവളുടെ മൂഡ് അങ്ങോട്ട് കളയണ്ടെന്ന് ഓർത്താണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പഴയ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് കൂട്ടിയത്. പിന്നെ ഈ ഒരു ബലൂൺ ഉണ്ടല്ലോ, അത് നമ്മളൊരു ആർച്ച് പോലെയാണ് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചേക്കണത്. ആർച്ച് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓഫീസിന്റെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആണ് കേട്ടോ. അതിന് കാരണം നമുക്ക് 4 ആളുടെ മുന്നിൽ പറയാനായിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക, അതിങ്ങനെ ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കുക, അതിങ്ങനെ ഓരോ വർഷങ്ങളും കംപ്ലീറ്റ് ചെയ്യുക, ഇനിയും മുന്നോട്ട് പോവുക, അതും അപ്ഗ്രേഡേഷനോട് കൂടി മുന്നോട്ട് പോവുക. നമ്മൾ വളരെ ലളിതമായ രീതിയിൽ വളരെ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഭയങ്കര വലിയൊരു ഗ്രാൻഡായ കാര്യങ്ങളായി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇതിൽ ആഡ് ഓൺ ചെയ്തൊക്കെ വരുന്നുണ്ട്. സോ നമുക്കായിട്ട് നമ്മളുടെ ഒരു സ്ഥാപനം ഇതുപോലെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ ഒക്കെ ഉണ്ടാവില്ലേ? അതാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷന്റെ. അപ്പൊ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയ രീതിയിൽ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി 10 മണിയായി. നമ്മളൊരു 9:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. 10 മണിയായി. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയി കുളിച്ച് സെറ്റായിട്ട് വരാട്ടാ. അപ്പോഴത്തേ നമ്മൾ വീട്ടിലൊക്കെ പോയി കുളിച്ച് റെഡിയായി. പിള്ളേരെ 2 പേരെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹംന ഉറങ്ങണമായിരുന്നു, അതുകൊണ്ട് മുടി കെട്ടാൻ പറ്റില്ല. ഞാനൊരു ബോയൊക്കെ വെച്ചിട്ടുണ്ട്. മുടി വല്ലാതിരിക്കുകയാണ്. ഹംനയുടെ ഭയങ്കര കേളി ഹെയർ ആണ് കേട്ടോ. വന്ന പാടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജിലേബി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഫീസിലെ ശ്രീദേവിയുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ട്രീറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കിട്ടി. അപ്പൊ അത് കഴിക്കാനേ ഹംനക്ക് വയ്യായിക ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വാശിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഹംനാനെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രോക്ക് ഇടിക്കാനായിരുന്നു. പക്ഷെ അവളുടെ മൂഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രോക്ക് ഇടിച്ചില്ല. ഈ ഒരു കോട്ട് സെറ്റിൽ ഹംനാനെ കാണാൻ എനിക്ക്
ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളും കമന്റ് ചെയ്യാൻ മറക്കണ്ട. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ ഒരു ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജ് ആയതുകൊണ്ട് കുറെ അധികം ടയറുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ടയറിന്റെ മുകളിലാണ് ഒരു കുഷ്യൻ വെച്ചേക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കേക്ക് ടേബിൾ ഇതാണ്. അപ്പൊ കേക്ക് ടേബിളിന്റെ ആ ഒരു ഡ്യൂറബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഹംനാനെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഹംനയുടെ മൂഡൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞാൻ. പിന്നെ എന്റെ ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, നേരത്തെ തന്നെ നമ്മുടെ ബ്രദറിന്റെ ഹൗസ് വാമിങ്ങിന്റെ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഒന്നും കൂടി എന്നാലും നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫൈനലി ഇതേ കേക്ക് ഒക്കെ വെച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഏരിയ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചു മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര പ്രൗഡാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനോട് സ്തുതി പറയാതെ നമുക്ക് ഈ ഒരു മൊമെന്റ് കടന്നു പോകാൻ പറ്റില്ല. കൂടെ തന്നെ നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ടും. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ടീമാണ് കേട്ടോ. ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും എല്ലാ ഇമോഷൻസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആ ഇമോഷൻസിന് വേണ്ട സപ്പോർട്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ, ഒരാളുടെ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, ഒരാളുടെ സാഡ് ആയിട്ടുള്ള ഫേസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഈക്വലി ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കുട്ടീസ് നമ്മുടെ ടീം എല്ലാവരും കൂടി കേക്ക് ഒക്കെ കട്ട് ചെയ്തു. എല്ലാവരും കേക്ക് പീസ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇത്തവണ നമ്മൾ ക്വാളിറ്റി ബേക്കറിന്നാണ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ടെൻഡർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ ഫ്ലേവർ. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓഫീസിന്റെ ഇങ്ങനെ ഓരോ കൊല്ലങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും മിക്കാക്കും അതിന്റെ തൊട്ട് തലേ ദിവസം ഇരുന്ന് പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത പീരീഡ്, ഒരുപാട് പേരുടെ മുന്നിൽ കളിയാക്കലുകൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പീരീഡ്, പിന്നെ ഇതിന്റെ തന്നെ നമ്മൾ ഈ ഒരു ഓഫീസ് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നാണ് പൂട്ടി പോകുന്നതെന്ന് വരെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് മുന്നിൽ അവരൊക്കെയാണെന്ന് പറയാം കേട്ടോ. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും എത്ര ഡൗൺ ആയിട്ട് നമ്മൾ പോയാലും നമ്മളിങ്ങനെ വീണ്ടും ഓടാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താണെങ്കിലും നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോകണം. ആ ഒരു ലെവലിലൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കളിയാക്കലുകളും അവരുടെയൊക്കെ ആ ഒരു ഫേസ് കാണുമ്പോഴാണ് നമ്മളിത് വീണ്ടും വീണ്ടും ഇനി മുന്നോട്ട് ഓടണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഫാമിലി, നമ്മുടെ പാരൻസ്, നമ്മുടെ ഒരു കൂടപ്പിറപ്പുകൾ, അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കും കൂടി അവർക്കൊക്കെ നമ്മളൊരു പ്രൗഡായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓടുന്നത് തന്നെ. ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുൻപ് ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോലി സ്ഥലമൊക്കെ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയിൽ വീണ്ടും ഞാനിത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഓഫീസിന്റെ ഓരോ കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ ഭയങ്കര ഇമോഷണലി ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടും ആ സ്ട്രഗ്ലിംഗ് ഫേസ് നമ്മൾ ഒരിക്കലും മറക്കരുതല്ലോ. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ള ആ ഒരു ഫേസ് ഉണ്ടല്ലോ. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ എനിക്കതൊരു ഞാൻ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ഓടാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ അറേബ്യൻ പാലസിലേക്കാണ് കേട്ടോ വന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഓഫീസിലിരുന്ന് കഴിക്കേണ്ടത് നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അറേബ്യൻ പാലസിൽ വന്നു. അവിടുത്തെ ആ ഒരു സൂപ്പ് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കാര്യം വേറൊന്നുമല്ല, എനിക്ക് ചെറിയ രീതിയിലുള്ള തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ സൗണ്ട് സ്ഥിരമായി കേൾക്കുന്നവർക്ക് ഈ ഒരു സൗണ്ടിലത്തെ വ്യത്യാസം എന്തായാലും മനസ്സിലാവും. നമ്മളങ്ങനെ വയറ് നിറച്ച് ബീഫ് റിബ്സ് മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും ഓഫീസിലേക്ക് വന്നു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് കൂടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് പിരിയും. സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുമല്ലോ. മോസ്റ്റ്ലി എല്ലാവരും പരിപാടികൾ ഇല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസമാണല്ലോ. അപ്പൊ മന്തിയൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയ രീതിയിൽ സൈഡ് ആയിട്ടുണ്ട്. പിള്ളേര് മാത്രമാണ് കേട്ടോ സൈഡ് ആവാത്തുള്ളത്. അപ്പൊ അതേ രണ്ടെണ്ണം ഇവിടെ ഫോൺ കാണുന്നുണ്ട്. ഹയാസ് ആണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പടം വരെയാണേ. അപ്പൊ നമ്മുടെ ഓഫീസിന്റെ 5th ആനിവേഴ്സറി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും കമന്റ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.